ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് ചേർന്നിരിപ്പാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. അവിടെ യഹോവയായ ദൈവം പാമ്പിനോട് പറയുന്ന ഒരു ചെറിയ വാക്യമാണ്, അവൻ നിൻ്റെ തല തകർക്കും. പിശാചിൻ്റെ തല തകർക്കുന്ന ഒരാളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദിമ കുടുംബത്തിൽ പിശാച് കയറി നിരങ്ങി ഒരു വലിയ അനർത്ഥം അവിടെ സംഭവിച്ചു. ദൈവത്തിൻ്റെ ആ ചെറിയ കുടുംബം സാത്താൻ്റെ കൈകളിലായി. ഒരു കൊലപാതകം ആ വീട്ടിൽ നടന്നു. ദൈവത്തിന് വേദനയുണ്ട്. സ്ത്രീയോടും ആദാമിനോടും പാമ്പിനോടും പറയുന്ന കാര്യങ്ങളാണ് അവിടെ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നത്. പാമ്പിനോട് പറയുന്ന ഒരു കാര്യമാണ്, പിശാചിനോട് പറയുകയാണ്, അവൻ നിൻ്റെ തല തകർക്കും. അവൻ എന്ന് പറയുന്നത് സ്ത്രീയുടെ സന്തതി. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കും, അവൻ നിൻ്റെ തല തകർക്കും. ഈ പുതിയ നിയമകാലത്ത് ഈ വചനത്തിൻ്റെ പ്രസക്തിയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ പ്രത്യാശയും നമ്മുടെ ആശ്വാസവും വാസ്തവത്തിൽ ഒരൊറ്റ കാര്യമാണ്. സകല മനുഷ്യരിലും പിശാച് ആധിപത്യം പുലർത്തുമ്പോൾ, സകല മനുഷ്യരെയും അവൻ്റെ അടിമനുഖത്തിൽ കെട്ടിയിടുമ്പോൾ, സകല മനുഷ്യരെയും പാപം ചെയ്യാനായിട്ട് പ്രേരണ കൊടുക്കുമ്പോൾ, ഈ ലോകം മുഴുവനായി തന്നെ വളരെ അപൂർവം പേരൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ അവൻ്റെ തന്ത്രത്തിലും ഉപായത്താലും ചതിക്കപ്പെട്ടു പോകുന്ന ഒരു സമൂഹമാണ് നാം ഇന്ന് കാണുന്നത്. അന്നത്തെ കാലവും ഇന്നത്തെ കാലവുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അന്നുമുണ്ട് പിശാച്, അവൻ്റെ തന്ത്രങ്ങൾ ഇന്നുമുണ്ട്. മനുഷ്യനിൽ മാറ്റം വന്നുവെങ്കിലും അവന് പുതിയ പുതിയ സമരമുറകൾ എടുത്തുകൊണ്ട് മനുഷ്യനെ ചതിക്കുന്നു, മനുഷ്യനെ കുഴപ്പത്തിലേക്ക് ആക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മനുഷ്യരും അവൻ്റെ അടിമനുഖത്തിൽ പോകുന്നു, അവൻ്റെ ഇഷ്ടത്തിനൊത്തിരി തുള്ളുന്നു, അവൻ മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു, മനുഷ്യന് കഷ്ടത കൊടുക്കുന്നു, നിരാശ കൊടുക്കുന്നു, ഭാരം കൊടുക്കുന്നു. ദൈവത്തോട് അവന് മത്സരം വരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം ക്രൂരനാണ്, ദൈവത്തിന് എന്നോട് കരുണയില്ല എന്ന് ഉള്ള ഒരു ചിന്ത മനുഷ്യന് കൊടുത്ത് അവൻ ഒരിക്കലും മനസ്സന്തരപ്പെടാൻ പറ്റാതെ നിത്യയാതനാ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ കാര്യപരിപാടി. എന്നാൽ ഇങ്ങനെയുള്ള മനുഷ്യനെ ഒരാശ്വാസവാക്ക് ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിരുന്നു, സ്ത്രീയുടെ സന്തതി പിറക്കും, അവൻ വരുന്നത് ഈ പിശാചിൻ്റെ ആധിപത്യം തകർക്കാൻ വേണ്ടിയാണ്. അവൻ്റെ തല തകർക്കും, അവൻ്റെ മനുഷ്യൻ്റെ മേലുള്ള ആധിപത്യം തകർക്കും, അടിമച്ചങ്ങല പൊട്ടിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു വലിയ ചിന്താകുഴപ്പമൊന്നും, തകർക്കും എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിൻ്റെ തല തകർക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ പാമ്പ് കാണുകയില്ല, ചത്തിരിക്കും. പക്ഷേ ഇന്ന് അനേകരിലും ഈ പാമ്പ് ജീവിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സത്യം. വചനം പറയുന്നു, സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ ആധിപത്യം തകർക്കും, അവനെ കൊല്ലും. എന്നാൽ സത്യം എവിടെ കിടക്കുന്നു? ഈവൻ പ്രിയപ്പെട്ടവരെ, ദൈവ പൈതങ്ങളെപ്പോലും ഈ സാത്താൻ തകർക്കുന്ന നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ തല തകർക്കുമെന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തി എന്താണ്? പ്രിയരെ, വളരെ ലളിതമാണ്. എനിക്ക് ചിന്താകുഴപ്പം പണ്ടുണ്ടായിരുന്നെങ്കിലും എനിക്കത് പെട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞു. കാരണം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഒരു വലിയ ഉദ്ദേശം വെച്ചിട്ടാണ്. പിതാവായ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ കൊണ്ടുവരിക. ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് എപ്പോഴാണ്? അവൻ പാപം ചെയ്യുമ്പോഴാണ്. പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സാത്താൻ്റെ ആലോചന അവൻ കേൾക്കുന്നതുകൊണ്ടാണ്. ഏറെണ്ണം തൊട്ട് തന്നെ നമുക്കറിയാം, ദൈവം കൊടുത്ത ആലോചനയേക്കാൾ പിശാച് കൊടുക്കുന്ന ആലോചന അവന് നല്ലതാണെന്നൊരു ചിന്ത കൊടുക്കുന്നു. അവൻ അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഭാവിയെക്കുറിച്ച് അവന് പ്രതീക്ഷ കൊടുക്കുന്നു. നീ ദൈവത്തെപ്പോലെ ആകുമെന്ന് പറയുന്നു.
അങ്ങനെ വളരെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താണ് പിശാച് ചതിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പിശാചിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് പുത്രനിൽ കൂടെയുള്ള വീണ്ടെടുപ്പ്. ഈ പുത്രനിൽ കൂടെയുള്ള വീണ്ടെടുപ്പിനകത്ത് നമുക്കറിയാം, 40-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന ഒരു വലിയൊരു രക്ഷാകരമായ കാര്യപരിപാടി പുത്രനിൽ കൂടെ ദൈവം നിവർത്തിക്കുകയാണ്. മനുഷ്യന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ കാര്യപരിപാടി അങ്ങനെയാണ്. പാപം ചെയ്തു പോയ മനുഷ്യന് അവൻ പാരമ്പര്യമായി പാപത്തിൽ കഴിയുകയാണ്. ഒരിക്കലും അവന് പാപത്തിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. പാപത്തിൻ്റെ ആ ആലോചന വരുമ്പോൾ നോ എന്ന് പറയാൻ സാധാരണ ലോക മനുഷ്യൻ സാധിക്കുകയില്ല. കാരണം പാരമ്പര്യമായി ആധിപത്യം പുലർത്തുന്ന ഒരു പിശാച് അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ ലോകത്തിൻ്റെ ആ ആകർഷണങ്ങൾ കാണിച്ചു കൊടുക്കും, ജഡത്തിൻ്റെ സന്തോഷങ്ങൾ അവന് വിവരിച്ചു കൊടുക്കും, മറ്റുള്ളവരിലേക്ക് അവൻ നോക്കും. എല്ലാവരും ഇങ്ങനെയാണ് ജീവിക്കുന്നത്. യൗവന മോഹങ്ങൾ, ജഡത്തിൻ്റെ ആസക്തികൾ, പണത്തിൻ്റെ സ്വാധീനങ്ങൾ, ഇതെല്ലാം അവൻ ആകർഷണമാക്കി കൊടുത്തിട്ട് അവന് അതിൽ തന്നെ ജീവിക്കാൻ പിശാച് പ്രേരണ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ ഒരു സാധാരണ കാര്യപരിപാടി പോരാ, ഉപദേശം പോരാ, ന്യായപ്രമാണം പോരാ, അവനെ സത്യത്തിൽ നടത്താൻ വേണ്ടി ദൈവികമായൊരു കാര്യപരിപാടിയുണ്ട്. പഴയ നിയമത്തിൽ തന്നെ നമുക്കറിയാം, മനുഷ്യൻ പാപം ചെയ്താൽ അവനെ വീണ്ടെടുക്കാൻ ദൈവം വച്ചിരിക്കുന്ന പരിപാടി യാഗം കഴിക്കണം എന്നുള്ളതാണ്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവന് സംഭവിക്കുന്നത്, അവന് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. അവനിൽ പിശാച് കയറി കഴിയുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ ജീവനുള്ള ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നു. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ ഒരു കണ്ണുപൊട്ടൻ തന്നെ ആത്മാവിൽ പറയുന്നുണ്ട്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് അവനെ പ്രസാദിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. ഇന്ന് അനേകർക്കത് മനസ്സിലാകുന്നില്ല. പാപി എത്ര പ്രാർത്ഥിച്ചാലും അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. പക്ഷേ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതെപ്പോഴെന്നറിയാമോ? അവൻ്റെ പാപത്തെ ഓർത്ത് അനുതപിക്കുമ്പോൾ, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ദൈവത്തെ ദുഃഖിപ്പിച്ചു പോയി, ഞാൻ ദൈവകൽപ്പന ലംഘിച്ചു പോയി, ഞാൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, എനിക്ക് നിത്യ നരകാഗ്നിയാണ് ലഭിക്കാൻ പോകുന്നത്, പിശാചിൻ്റെ ചതിയിൽ ഞാൻ വീണുപോയി, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഇനിമേൽ ഞാൻ അവന് ഇടം കൊടുക്കുകയില്ല എന്നുള്ള ഒറ്റ സമയത്ത് മാത്രമേ ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. അത് മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥനയാണ്, ദൈവത്തോട് നിരപ്പാകുന്ന പ്രാർത്ഥനയാണ്. താവേ എനിക്ക് തെറ്റു പറ്റിപ്പോയി എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു നല്ല സന്ദർഭമാണ്. ആ ഒരു പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ ചെല്ലുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി പാപം വരുമ്പോൾ. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കെ ഈ മരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ ചെയ്തു പോയ പാപത്തിന് പരിഹാരം വരുത്തുക മാത്രമല്ല, ഇനിയും പാപം വരാതിരിക്കാനുള്ള ഒരു വലിയൊരു ശക്തി അവനിൽ വ്യാപരിച്ചേ പറ്റുള്ളൂ. പാപം ചെയ്തു പോയ പാപത്തിന് പരിഹാരം എങ്ങനെ വരുത്താൻ പറ്റും? അതാണ് യഹൂദൻ്റെ ന്യായപ്രമാണത്തിൽ യാഗം പറയുന്നതിൻ്റെ കാര്യം. മനുഷ്യൻ പാപം ചെയ്താൽ ആ പാപം ചെയ്ത മനുഷ്യന് ആ പാപം മാറ്റാൻ പറ്റില്ല. പാപം ചെയ്യാത്തൊരു ജീവൻ ആ മരണം ഏറ്റെടുക്കണം. പാപത്തിന് ശമ്പളം മരണം. അതാണ് ആടിനെയോ അല്ലെ കാളക്കിടാവിനെയോ കൊണ്ടുവന്നിട്ട് മനുഷ്യൻ അവൻ്റെ പാപം ഈ മൃഗത്തിൻ്റെ തലമേൽ വെച്ചിട്ട് പാപത്തിൻ്റെ ശമ്പളമായ മരണം ആ മൃഗത്തിന് കൊടുക്കുന്നു. ആ നിഷ്കളങ്ക രക്തം യാഗപീഠത്തിൽ തളിക്കുമ്പോഴാണ് താൽക്കാലികമായി പാപത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത്. അത് പുതിയ നിയമത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏകജാതനായ കർത്താവായ യേശുക്രിസ്തു ചെയ്യാൻ പോകുന്ന യാഗത്തിന് മുൻകുറിയായിരുന്നു. അന്നത്തെ യന്ത്രം അത് മനസ്സിലായില്ല. പക്ഷേ അവർ ലിറ്ററലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന ദേഹം മരിക്കും. ആ മരണം മാറ്റാൻ പാപം ഇല്ലാത്തൊരുവൻ മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്തേ പറ്റുള്ളൂ. അതാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് പിറന്നു വന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാതിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യൻ്റെ പാപം നീക്കാനാണ്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ സാത്താൻ്റെ ആധിപത്യം മനുഷ്യനിൽ നിന്ന് മാറ്റാനാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, സാത്താൻ്റെ തല തകർക്കും. സാത്താൻ്റെ യാതൊരു ഉപദേശവും നമ്മളെ കയറാതെ വണ്ണം
സാത്താൻ നമ്മളെ നിയന്ത്രിക്കാതെ വേണം അവൻ്റെ ചങ്ങലയിൽ നിന്ന് വിടുവിച്ച് ഒരു സ്വാതന്ത്ര്യമുള്ള ജീവിതം ദൈവം വിഭാവന ചെയ്ത അതാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് അവൻ പാപിയായി ക്രൂശിലേക്ക് വന്നു. അവൻ പാപമാക്കപ്പെട്ട ക്രിസ്തുവാണ്. അവൻ പാപം ചെയ്തിട്ടല്ല. നിങ്ങൾക്കറിയാമല്ലോ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ 33 കൊല്ലക്കാലം ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒരു പാപം പോലും വന്നില്ല. എല്ലാവരും പറയുന്ന അവൻ ദൈവമായതുകൊണ്ടാണ്. തെറ്റാണ് ആ കാര്യം. അവൻ ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റിവെച്ചു എന്നാണ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറയുന്നത്. അവൻ ദൈവമാണ്, പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ദൈവത്വം അവിടെ മാറ്റിവെച്ചിട്ട് മനുഷ്യനായി ദാസരൂപം എടുത്ത ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ അവൻ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പാപത്തിന് പ്രേരണയുണ്ടാൽ വീഴാവുന്ന ഒരു മനുഷ്യനായിട്ടാണ് അവൻ ഭൂമിയിൽ വന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമാണത്. ഏത് മനുഷ്യനെയും പോലെയും ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അവൻ ഭൂമിയിൽ വന്നത്. അവൻ ദൈവമാണെങ്കിലും അവൻ്റെ ദൈവത്വം അവൻ സ്വീകരിച്ചില്ല, അത് മാറ്റിവെച്ചു. അപ്പോൾ സാധാരണ മനുഷ്യനെ പോലെ പാപം ചെയ്യാൻ സാധിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് യേശു ഇവിടെ വന്നത്. എന്നാൽ അവന് പാപം പറ്റാത്തതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിരന്തരം അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞു. അവനറിയാം, എൻ്റെ പിതാവ് സ്വർഗസ്നായ പിതാവാണ്, എന്നെ ഭൂമിയിലേക്ക് അയച്ചത് വലിയൊരു ദൗത്യമാണ്. ആ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കാര്യപരിപാടി. അതുകൊണ്ട് അതിൽ ഉറച്ചു നിന്നതുകൊണ്ട് എനിക്കൊരു വലിയ ജോലി ഇവിടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്ഥലത്തേക്ക് ഞാൻ പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ചിന്തിച്ചപ്പോഴാണ് ഇന്ന് എനിക്ക് വലിയൊരു കാര്യം മനസ്സിലായത്. എന്തെന്നറിയാമോ? നമ്മൾക്ക് നമ്മളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ഭൂമിയിൽ ഒരു സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, കുറേ കാലം ഈ ഭൂമിയിൽ ജീവിക്കും, എന്നിട്ട് നമ്മൾ മരിക്കും. ഇതിൽ കവിഞ്ഞ് ആരാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്? നിത്യനായ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. ഞാൻ പിറന്നു വന്ന ആ ദിവസം സ്വർഗത്തിലെ ദൈവം വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നെക്കുറിച്ചുള്ള സകല കാര്യപരിപാടിയും. എന്നെക്കുറിച്ച് ഈ ഭൂമിയിൽ ഒരു ചെറിയ ആയുസ്സിനുള്ളിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ദൈവത്തിനൊരു പരിപാടിയുണ്ട്. പക്ഷേ മനുഷ്യന് മനസ്സിലാവില്ല. സ്വാഭാവികമായി ഞാൻ ലോകത്തിലേക്ക് വന്നു, കുറേ കഴിയുമ്പോൾ ഞാനങ്ങ് മരിക്കും, അത്രയേ ഉള്ളൂ. എന്നാൽ ദൈവമാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. എനിക്ക് ഒരു വ്യക്തമായൊരു ജോലി എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്. എന്നിൽ കൂടെ ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്തെല്ലാം നടക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ കാര്യപരിപാടിയുണ്ട്. പക്ഷേ ഇന്ന് ഭൂമി ജീവിക്കുന്ന അനേകരും ഇതിനുള്ള കാര്യം ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കും, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? എനിക്കറിയാം, 22 വയസ്സ് വരെ എൻ്റെ ചിന്താഗതി സുഖിച്ച് ജീവിക്കുക, ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുക. എന്നും യൗവനകാലമില്ലല്ലോ. അതുകൊണ്ട് യൗവനകാലത്തിൽ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് നമുക്ക് സുഖിച്ച് ജീവിക്കാം. പിന്നെ പ്രായമായി കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ പ്രായമായി കഴിയുന്നു, കുറേ കഴിയുമ്പോൾ മരിക്കും, അത് കവിഞ്ഞ് വേറൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പിശാച് തരുന്ന ഒരു ആലോചനയാണ്. എന്നാൽ അങ്ങനെയല്ല. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് മനുഷ്യവർഗത്തിൻ്റെ പാപം മാറ്റാനാണെങ്കിൽ, സാത്താൻ്റെ തല തകർത്തതാണെങ്കിൽ, ആ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തോടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അത് 2000 കൊല്ലത്തിന് മുമ്പാട്ട്, 5000 കൊല്ലത്തിന് മുമ്പാട്ട്. അത് സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയാണ്. എന്നെ രക്ഷിക്കാൻ പിതാവായ ദൈവം ഒരു വലിയ കാര്യപരിപാടി ചെയ്തതിനോട് ഞാൻ അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ ചേരുന്നുണ്ടോ? ഞാനത് സ്വന്തമാക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്ന് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും? അംഗീകരിക്കാൻ പറ്റിയാൽ ആ തല തകർത്ത പിശാച് എന്നിൽ ജീവിക്കുകയില്ല. എന്നിൽ പിശാച് ഉണ്ടായിരുന്നു, അവൻ്റെ കാര്യപരിപാടി എന്നിൽ നടന്നിട്ടുണ്ടായിരുന്നു, ഒക്കെ ശരി തന്നെ. പക്ഷേ എന്ന് ഞാൻ ക്രൂശിലേക്ക് നോക്കുന്നുണ്ടോ, ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിനെ കാണുന്നുണ്ടോ, അവൻ്റെ പരിശുദ്ധമായ രക്തം കൊണ്ട് എൻ്റെ സകല പാപത്തിനും പരിഹാരം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് സാത്താൻ മാറിയേ പറ്റുള്ളൂ. സാത്താൻ്റെ തല അവിടെ തകരും എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ആധിപത്യം എന്നിൽ നിന്ന് മാറും, സാത്താൻ്റെ പ്രേരണ എന്നിൽ നിന്ന് മാറും, സാത്താൻ്റെ അടിമച്ചങ്ങല എന്നിൽ നിന്ന് മാറും. ഞാൻ സ്വാതന്ത്ര്യമുള്ളവനായിത്തീരും. സാത്താൻ്റെ അടിമുഖത്തിലല്ല ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്കറിയാം, കോപം എല്ലാവരും വളരെ ലാഘവത്തോടെ കാണുന്നൊരു കാര്യമാണ് കോപം എന്ന് പറയുന്നത്. നമുക്ക് കോപം ചെയ്യുന്നത് വചനപ്രകാരം ഏതാണ്ട് കൊലപാതകത്തിന് തുല്യമാണെന്ന് പറയുന്നു. ദൈവം അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നമ്മളോ എത്ര നിസ്സാരമായിട്ടാണ് കോപം വരില്ലേ? മനുഷ്യനാണ്, കോപം വരും.
അത് കോപം വന്നാൽ ദൈവം ക്ഷമിച്ചു തരും. കോപം വരാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് മറുചോദ്യം ചോദിക്കുന്നവരെ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കോപം വരുന്നത് കോപത്തിൻ്റെ ഉടമസ്ഥനായ പിശാച് നമ്മൾ ഇരിക്കുന്നതുകൊണ്ടാണ്. അത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഈർഷ്യ വരുന്നു, മുഷിച്ചിൽ വരുന്നു, ഇഷ്ടക്കുറവ് വരുന്നു, വാശി വരുന്നു, വൈരാഗ്യം വരുന്നു, അസൂയ വരുന്നു, പിണക്കം വരുന്നു, പണത്തോട് ആർത്തി വരുന്നു, ജഡയിമ്പങ്ങൾ വരുന്നു, ഈ ലോകമേ ശരണം എന്നുള്ള രീതി വരുന്നു. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല, നമുക്ക് ദൈവമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാവില്ല. നമ്മൾ വേറൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകമാണ് നമ്മുടെ ലക്ഷ്യം, മനുഷ്യമാനമാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ വചനം നോക്കിയാൽ ഇതെല്ലാം ഗൗരവമായി തന്നെ വചനത്തിൽ പറയുന്നുണ്ട്. ഇതെത്ര പേർക്ക് എന്നോട് അനുകൂലിക്കാൻ പറ്റും? മനുഷ്യനനുസരിക്കാൻ വയ്യാത്ത ഒരു പ്രമാണവും ദൈവം തരില്ല. മനുഷ്യന് സാധിക്കാത്ത ഒരു കാര്യവും ദൈവം പറയില്ല. എങ്ങനെ? ദൈവത്തെ കൊണ്ട്. സ്വതവേ അവൻ്റെ ബുദ്ധി കൊണ്ടോ അവൻ്റെ ജ്ഞാനം കൊണ്ടോ അവൻ്റെ അറിവ് കൊണ്ടോ ഒരിക്കലും അതിനനുസരിക്കാൻ പറ്റില്ല. എന്നാൽ എങ്ങനെ പറ്റും? അവൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ, അവൻ്റെ പാപങ്ങളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകി കിട്ടുമ്പോൾ, ദൈവം അവന് സൗജന്യമായി കൊടുക്കുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഉള്ളവന് ഇതെല്ലാം സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതത്തിൽ പിശാചിൻ്റെ തല തകർത്തതാണെങ്കിലും ആ തകർത്ത പിശാചിന് വീണ്ടും ജീവിക്കാൻ നമ്മൾ അവസരം കൊടുക്കുന്നു ഇന്ന് അനേക ക്രിസ്ത്യാനികളുടെ. വിശ്വാസികളെന്ന് പറയുന്നവർ പോലും തല തകർക്കപ്പെട്ട പിശാചിനെ വീണ്ടും ജീവിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്നു. വീണ്ടും അവരുടെ ഹൃദയത്തിൽ ഒളിഞ്ഞും പാത്തും പിശാച് ജീവിക്കുന്നു. യേശുവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ആ ജീവിതത്തിൽ ഇല്ല. അവർ തന്നെ തീരുമാനിക്കുകയാണ്, സാരമില്ല. ദൈവത്തിന് പൂർണ്ണമായി എൻ്റെ ഹൃദയം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. എൻ്റെ പ്രിയരെ, ഈ വിശ്വാസ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ്. വചനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഈ വചനം വാസ്തവത്തിൽ ദൈവം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. പിശാച് പൂർണ്ണമായി നമ്മളിൽ നിന്ന് മാറണം. ആ പിശാച് കയറാതെ വണ്ണം സ്വർഗത്തിൻ്റെ വേലിക്കെട്ട് നമുക്ക് കിട്ടും, ശരിയാണ്. എന്നാൽ വേലി പൊളിയെന്ന് നമ്മൾ അറിയുന്നില്ല. അവൻ അടങ്ങിയിരിക്കുകയില്ല. അവൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനകത്ത് കയറാൻ വേണ്ടി ഇങ്ങനെ തക്കം പാർത്തിരിക്കും. പിശാച് താനും അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്നറിയാതെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ കാണുന്നു. അവൻ തോറ്റാലും അവൻ മടുക്കുന്നില്ല. എങ്ങനെയും അവൻ കയറാൻ ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശ്വാസികൾക്ക് ആ സൂക്ഷ്മത ഇല്ലാത്തതുകൊണ്ട് വീണ്ടും പാപത്തിലേക്ക് പോകുന്നു, അവരോട്ട് അറിയുന്നുമില്ല. തല തകർത്തു എന്ന് പറയുന്നതിനകത്ത് വിശ്വാസത്തോട് കീഴ്പ്പെട്ട് വചനമനുസരിച്ച് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് പ്രാപിച്ചുകൊണ്ട് അവൻ ഒരു കാരണവശാലും എൻ്റെ ഹൃദയത്തിൽ കയറരുതെന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രം നടക്കുന്നൊരു കാര്യമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, കനത്ത വില കൊടുത്തവർ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ലോകം മുഴുവൻ സാത്താൻ്റെ അധീനേ കിടക്കുക. നമ്മൾ വാങ്ങിക്കുന്ന രൂപ തന്നെ, ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, അത് എൻ്റേതാണ്. അത് ദൈവത്തിന് സമർപ്പിച്ചതാണോ? ക്രൂശിന് കൂട്ടി കൊണ്ടുവച്ചതാണോ? ഇല്ലെങ്കിൽ അതിൽ കൂടി ശത്രു വ്യാപരിക്കും. ആ രൂപ കുറച്ച് നഷ്ടം വന്നാൽ നമുക്ക് ഭാരം വരും. ദൈവത്തിൻ്റെതാണെങ്കിൽ ഭാരം വരുമോ? നമ്മൾ വാഹനം വാങ്ങിക്കുന്നു, നല്ലതാണ്. വാഹനം ക്രൂശിൻ ചൂട്ടി വെച്ചതാണോ? യേശുക്രിസ്തുവിൻ്റെ രക്തം വീണതാണോ? ശത്രു വ്യാപരിക്കത്തില്ല. എൻ്റെ ദൈവത്തിന് സമർപ്പണമുള്ളിടത്തോളം കാലം അത് നമ്മുടേതാണ്. ജന്തു വന്നാലോ, അല്ല ഒരു ചെറിയൊരു ആപത്ത് വന്നു, ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് വന്നു, നമ്മുടെ ഹൃദയം ഭാരപ്പെടില്ലേ? എൻ്റെ ആണെങ്കിലേ എനിക്ക് ഭാരം വരുവുള്ളൂ, അല്ലേ ഭാരം വരുമോ? എൻ്റെ പ്രിയരെ, ഇങ്ങനെ ചെഞ്ഞ് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പിശാച് കയറി വരുന്ന നമ്മൾ അറിയുന്നില്ല. തകർത്ത പിശാച് ജീവിക്കാൻ ഞാൻ അനുവാദം കൊടുത്താൽ യേശുവിൻ്റെ കാര്യപരിപാടി മുടങ്ങും, ദൈവം ദുഃഖിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മുടിയൻ പത്രം മടങ്ങി വന്നു, നല്ലതാണ്. പക്ഷേ പിന്നെയും വഴിയിലേക്ക് പോകാൻ ശ്രമിച്ചാലോ? ഹൃദയം കൊണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് പോന്നു. പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം കാണും, നിങ്ങൾ മിസ്രൈമിലേക്ക് പോകരുത്, നിങ്ങൾ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രിയരെ? ശരിയായ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യം വന്നാലും മടങ്ങിപ്പോവുകയില്ല. ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കയില്ല.
നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വിട്ട പാപത്തോട് ഒരു അറപ്പ് വരുന്നുണ്ടോ? വെറുത്ത പാപത്തോട് നമ്മൾ പിന്നെ ഒരു കോംപ്രമൈസ് വരുന്നുണ്ടോ? നമ്മുടെ മാനസാന്തരം ശരിയല്ല. ഈ വിട്ടതിനേക്കാൾ 100 മടങ്ങ് എനിക്കെൻ്റെ ദൈവമാണ് നല്ലതെന്നുള്ളത് നമുക്ക് പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിൽ സന്തോഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എൻ്റെ ദൈവമാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. എൻ്റെ ദൈവം എനിക്ക് വൻ കാര്യം ചെയ്തു. എൻ്റെ ദൈവം അസാധ്യമായ കാര്യം എനിക്ക് സാധിപ്പിച്ചു തന്നു. എനിക്കൊരു മാനസാന്തരം എങ്ങനെ കിട്ടും? ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബം ഒരു സാധാ കുടുംബം. വചനമൊന്നും കേട്ടിട്ടില്ലാത്തൊരു ദേശത്ത് ഞാൻ പാർത്തവനാണ്. ഇരുളിലും അന്ധതമസിലും കടന്ന ഒരു മനുഷ്യനാണ്. എങ്ങനെ എനിക്ക് ഭാഗ്യം ലഭിച്ചു? ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ക്രിസ്തു ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ, ആ ക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുക മാത്രമല്ല, ഇനിയും പാപം കൂടാതെ ജീവിക്കാൻ ഒരു വിശുദ്ധനായി ഭൂമി ജീവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ ദൈവമെന്നെ വിളിച്ചു എന്നുള്ള കാഴ്ചപ്പാട് എത്ര പേർക്കുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, മാനസാന്തരം എളുപ്പമാണ്, ചുരുക്കമാണ്. എന്നാലും മാനസാന്തരം കിട്ടിയവർ എത്ര പേര് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്? എത്ര പേര് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി സകലതും വിട്ടുപിരിയുന്നുണ്ട്? അവസാനത്തോളം പ്രിയപ്പെട്ടവരെ അത് കാത്തുപരിപാലിക്കുന്ന എത്ര പേരുണ്ട്? അവിടെ എന്ത് സംഭവിക്കുന്നു? തകർത്തതാണെങ്കിലും, ക്രിസ്തു തകർത്തതാണ് സാത്താൻ്റെ തലമെങ്കിലും, നമ്മൾ വീണ്ടും അവന് ജീവിക്കാൻ അനുവാദം കൊടുക്കുന്നു. അവന് താല്പര്യമുള്ള അവൻ്റേതായ വകകൾക്ക് നമ്മുടെ ഹൃദയം ആഗ്രഹിക്കുന്നു. ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പോകുക എന്നൊരു വാക്ക് നമ്മൾ വേദപുസ്തകത്തിൽ കാണും. കനാനിലാണ് ജീവിതം, പക്ഷെ ഹൃദയം മിസ്രൈമിലാണ്. കനാനിൻ്റെ ദേശത്തേക്കാണ് യാത്ര ചെയ്യുന്നത്, പക്ഷേ ജനത്തിൻ്റെ ഹൃദയം മിസ്രൈമിലെ ചിറ്റുള്ളിയും മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളുമാണ് അവിടെ ഹൃദയം നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കിട്ടിയാലും യഥാർത്ഥമായ മാനസാന്തരം ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? ക്രിസ്തുവിനോടുള്ള നന്ദിയും കൂറും സ്നേഹവും ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? സ്തോത്രം. എല്ലാറ്റിനേക്കാൾ ഉപരിയായി എൻ്റെ ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? അപ്പോസ്തലൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു കെട്ടി തന്നിരിക്കുക നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? അപ്പോസ്തലൻ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നതോളം പ്രസവേദനപ്പെടുന്നതായ ഞാൻ നിങ്ങളെക്കുറിച്ച് വേദനിക്കുന്നു. അപ്പോസ്തലൻ്റെ സങ്കടം അതാണ്. ഒരിക്കൽ മാനസാന്തരം ലഭിച്ചു, ഒരിക്കൽ ക്രിസ്തുവിനെ വരച്ചു കെട്ടി കിട്ടി, ഒരിക്കൽ ആദ്യ സ്നേഹം ലഭിച്ചു, ആദ്യ സ്നേഹം അനുഭവിച്ചു, ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലായി, ആ ദൈവനെ സ്നേഹിക്കുന്നു മനസ്സിലായി, ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട ക്രൂശിലേക്ക് നോക്കി വിശ്വാസത്തോടെ നോക്കിയാൽ രക്ഷയുണ്ടെന്ന് മനസ്സിലായി, ഒരാത്മാവ് വ്യാപരിക്കുന്ന മനസ്സിലായി, പാപം തൊടാത്തൊരു ജീവിതമുണ്ടെന്ന് മനസ്സിലായി, ഉയർന്നു പൊങ്ങിയുള്ള ജീവിതമുണ്ടെന്ന് മനസ്സിലായി, പ്രാർത്ഥിക്കാൻ നേരം ആത്മാവിൽ പറക്കുന്നത് നമ്മൾ മനസ്സിലായി, സ്വർഗീയദാനം ആസ്വദിച്ചു. എല്ലാം ശരിയാണ്, പക്ഷെ എന്തുകൊണ്ട് നിലനിർത്താൻ പറ്റുന്നില്ല? പ്രിയപ്പെട്ടവരെ, സമർപ്പണത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും നിലനിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നു? തല തകർത്തതാണ് ദൈവമെങ്കിലും നമ്മളായിട്ട് അതിന് ജീവൻ കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കയീനോട് പറഞ്ഞു, പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിൻ്റെ മേലാവുന്നു, നീ അതിനെ ജയിക്കണം. അവൻ കേട്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരെല്ലാം ഒരുതരം അഹങ്കാരിയായിട്ട് കഴിയുകയാണ്. തന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, ഭുജബലത്തിൽ ആശ്രയിക്കുന്ന, ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് വിട്ടുപോകുന്ന ഒരു മനുഷ്യരായി തീരുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു തകർത്ത പിശാച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എനിക്കവനോട് കൂറുണ്ട്. 22-ാമത്തെ വയസ്സിൽ മാനസാന്തരം തന്നത് ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ ഉദ്ദേശമുള്ളതുകൊണ്ടാണ്. ഈ ഭൂമിയിൽ വചനപ്രകാരം ജീവിച്ച് ക്രിസ്തു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാനത്തോടെ ഭൂമി ജീവിച്ച് സമാധാനത്തോടെ മരണക്കടക്കയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു പോകുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അവിടെ ആ പിശാച് വീണ്ടും ജീവിക്കുകയില്ല, ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല. യേശുവിൻ്റെ രക്തം ഗുണകരമായിട്ടുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ശക്തി നമ്മുടെ മേലുണ്ട്. ദൈവത്തുള്ള ബന്ധമുള്ള മനുഷ്യനെ അത് മനസ്സിലാകും, അല്ലാത്തവർക്ക് ഇതൊന്നും പിടികിട്ടുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയെ തകർക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ കാര്യപരിപാടി യൂദാ തകർത്തു. അതുകൊണ്ടൊന്നും ദൈവത്തിൻ്റെ കാര്യപരിപാടി നഷ്ടമായി പോവില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് യൂദയാകാം, എനിക്ക് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായി തീരാം. ഏത് വേണം നിങ്ങൾ തീരുമാനിച്ചോളൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സമാധാനമുള്ള ജീവിതം ഈ ഭൂമി വേണോ?
നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണമോ? സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരണമോ? നിങ്ങളുടെ ഹൃദയത്തിൽ പാർക്കണമോ? നിങ്ങളുടെ വീട്ടിൽ പാർക്കണമോ? നിങ്ങളുടെ കൂടെ കഴിയണമോ? അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സഹായം ചെയ്തു മാറാകട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.